നിന്നെ ഗർഭപാത്രത്തിൻ്റെ അകത്തിട്ട് ഞാൻ ശുദ്ധീകരിച്ചു, നിന്നെ ഞാൻ പ്രവാചകനാക്കി വെച്ചു. ഇതിനപ്പുറം ഒരു പ്രവചനമില്ല. ആ പ്രവചനം ഇതാണ്: എൻ്റെ മുമ്പിലിരിക്കുന്നവർ, എന്നെ ഈ മിനിസ്ട്രി കാണുന്നവർ, കേൾക്കുന്നവർ, നിങ്ങളെ ദൈവം ശുദ്ധീകരിച്ച ഒരു പ്രവാചകനും ഒരു പ്രവാചകിയുമാണ്. ഹല്ലേലൂയ. ഇന്ന് ഇതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങൾ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്, മാതാപിതാക്കൾ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി നിങ്ങൾ അഭിമാനം കൊള്ളണം. എൻ്റെ മകൻ, എൻ്റെ മകൾ, അവനൊരു പ്രവാചകനാണ്, അവളൊരു പ്രവാചകിയാണ്. ഇത് ഭൂമിയിലെ ഏതോ ദൈവദാസൻ കൈവച്ച് നിന്നെ വിശുദ്ധീകരിച്ചതല്ല. ഇന്ന് പലപ്പോഴും പേപ്പറിൻ്റെ അതൊക്കെ നമ്മൾ കാണാം, ഇന്ന ആളെ വിശുദ്ധനായി, വിശുദ്ധിമതിയായി പ്രഖ്യാപിച്ചു എന്നൊക്കെ. ഇതൊന്നും ഒരു കാര്യവുമില്ല. അങ്ങനെ ഒരുത്തൻ വിശുദ്ധനാണെന്ന് പറഞ്ഞാലൊന്നും ആരും വിശുദ്ധനാകത്തില്ല. അങ്ങനെ വിശുദ്ധന്മാരൊന്നുമില്ല ഈ ഭൂമിയിൽ. ഒരു പാസ്റ്ററോ ഒരു സഭയുടെ മുകളിൽ നിൽക്കുന്ന ഒരാളെ കൈവച്ചിട്ട് നിന്നെ ഞാൻ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു, നീ വിശുദ്ധനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വിശുദ്ധനാകത്തില്ല. കാരണം ഒരു മനുഷ്യനെ വിശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. വിശുദ്ധീകരിക്കാൻ പറ്റുന്നത് യേശുവിന് മാത്രമാണ്. ആ വിശുദ്ധീകരണം നടന്നു. എപ്പോൾ നടന്നു? നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ അകത്ത് വെച്ച് അവൻ നിന്നെ വിശുദ്ധീകരിച്ച് നിന്നെ പ്രവാചകനാക്കിയാണ് അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ അകത്തുനിന്ന് നമ്മളെ സ്വർഗം പുറത്താക്കിയത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ ദൈവം വിശുദ്ധീകരിച്ചിട്ട് പറയുന്നു, നിന്നെ ഞാനൊരു പ്രവാചകനാക്കി വെച്ചിരിക്കുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അതിശക്തമായ സാന്നിധ്യം പേറിക്കൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഹൃദയത്തിലെ സ്വപ്നങ്ങളാണ്. സ്തോത്രം. നിങ്ങൾ സാധാരണ മനുഷ്യരല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ സ്വപ്നമാണ്. കാരണം നിന്നെ പ്രവാചകനെന്നും പ്രവാചകിയെന്നും ദൈവം നിന്നെ വിശുദ്ധീകരിച്ചാക്കി വെച്ചപ്പോൾ ഓരോ പ്രവാചകൻ്റെ അകത്തും ഓരോ പ്രവാചകിക്കകത്തും ദൈവത്തിന് ഭൂമിയിൽ ചെയ്തെടുക്കാനുള്ള സ്വപ്നങ്ങൾ നിന്റെ അകത്ത് ദൈവം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, നിങ്ങൾ സാധാരണ ജനമല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളാണ്.